സൈനിക ശേഷി ഭൂരിഭാഗവും ഇല്ലാതാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടെ ഇറാന്റെ പ്രതിരോധ ബലത്തിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള US രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഉപരോധം മറികടന്ന ഇറാന്റെ ചരക്ക് കപ്പലിനെ US സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും ശക്തമാകുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിനിടെ ഏറെ നിർണായകമായ മറ്റൊരു വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ ഇപ്പോഴും തങ്ങളുടെ നിർണായകമായ സൈനിക ശേഷി നിലനിർത്തുന്നുവെന്നാണ് അത്തരം റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുന്നു. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം ഇറാന്റെ ആക്രമണശേഷി യുദ്ധത്തിന് ശേഷവും വലിയ കോട്ടമൊന്നും തട്ടാതെ നിലനിൽക്കുന്നുവെന്നാണ്. ആഴ്ചകൾ നീണ്ട സൈനിക സംഘർഷത്തിന് ശേഷവും ഇറാന്റെ ആക്രമണ ഡ്രോണുകളുടെ ഏകദേശം 40% ഇപ്പോഴും അവരുടെ ആയുധപ്പുരകളിൽ പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം മിസൈൽ ലോഞ്ചറുകളുടെ 90%-ലധികവും ഇറാൻ കൈവശം സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത്തരം റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെടുന്നു. അമേരിക്ക, ഇസ്രയേൽ പോലുള്ള വൻകിട ശക്തികൾ തുടർച്ചയായി നടത്തിയ വൻ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടും ഇറാന്റെ ആയുധ ശേഖരത്തിൽ പൂർണ്ണമായ ഇടിവ് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധത്തിനിടെ നശിപ്പിച്ചുവെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്ന പല പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ വീണ്ടും സജീവമാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ബങ്കറുകളിലും ഗുഹകളിലും ഒളിപ്പിച്ചിരുന്ന 100-ലധികം മിസൈൽ സംവിധാനങ്ങൾ അവർ വീണ്ടും പുറത്തെടുത്ത് പ്രവർത്തനക്ഷമമാക്കിയതായും വിവരമുണ്ട്. അങ്ങനെ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചേർന്ന 1ാം ഘട്ട സമാധാന കരാറിന് പിന്നാലെയുണ്ടായ വെടിനിർത്തൽ ഇറാന് തങ്ങളുടെ ആയുധശേഷി പുനഃസ്ഥാപിക്കുന്നതിനായുള്ള വലിയ അവസരമാണ് തുറന്നുകൊടുത്തതെന്നും വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഇവിടെ സുരക്ഷാ ഭീഷണി ഉയർന്നാൽ ആഗോള സാമ്പത്തിക രംഗത്ത് ഇനിയും ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എണ്ണവിലയിൽ കുത്തനെയുള്ള വർധനവും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തടസ്സങ്ങളും ഇനിയും തുടർന്നാൽ അത് ലോകത്തിന് മുഴുവൻ തിരിച്ചടിയായി മാറും. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതോടെ ഈ മേഖലയിൽ സംഘർഷ സാഹചര്യം മൂർജിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങൾ യുദ്ധത്തിന് സജ്ജമാണെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അതേ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും ഇറാൻ ഒരുങ്ങുകയാണ്. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണത്തിനുള്ള തീരുമാനവും ഇറാൻ എടുത്തുവെന്നും വിവരമുണ്ട്. ശത്രുരാജ്യങ്ങൾ അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതുവരെ ഹോർമൂസിലൂടെ അവരുടെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും ദുർബലമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിലെ ഈ സാഹചര്യം യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് ആഗോള വിപണികളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ഇപ്പോഴും പര്യാപ്തമായ സൈനിക ശേഷി കൈവശം വച്ചിരിക്കുന്നതിനാൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വലിയ ആശങ്ക ജനിപ്പിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.